ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബികോം 5th സെമസ്റ്ററിൽ ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിലെ കുറച്ച് പോർഷൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, മാക്സിമം ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. സോ എന്താണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്, അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷനാണ് നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മളെ സബ്ജക്റ്റിലൊരു പുതിയ സബ്ജക്റ്റാണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. നമ്മൾ അക്കൗണ്ട്സ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, ഇതെല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് എന്താണ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻ്റ് ആണ്, അതായത് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ്ങിനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് മീനിങ് നോക്കാം. മീനിങ് വന്നിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ദാറ്റ് ഹെൽപ്സ് ബിസിനസ് ലീഡേഴ്സ് മേക്ക് സൗണ്ട് ഫിനാൻഷ്യൽ ഡിസിഷൻ ആൻഡ് efficiently manage their daily operations. ക്ലിയർ ആയിട്ട് എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞത് ഭയങ്കര റിക്വയർ ആയിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു മാനേജ് ദർ ഡെയിലി ഓപ്പറേഷൻസ്. അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനും ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാനും വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാനും ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് സഹായിക്കും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിക്കോട്ടെ, കോസ്റ്റ് അക്കൗണ്ടിങ് ആയിക്കോട്ടെ, എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡാറ്റയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് പ്രൊവൈഡ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഡാറ്റാസാണ്. ആ ഡാറ്റ വെച്ചിട്ട് നമുക്കൊരിക്കലും ഒരു ഓർഗനൈസേഷന് ഡിസിഷൻസ് എടുക്കാനോ അല്ലെങ്കിൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതിന് ഇൻഫർമേഷൻസ്, മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻസ് വേണം. സോ അതിനായിട്ട് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെയും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെയും ലഭിച്ചിട്ടുള്ള ഡാറ്റാസിനെ ഐഡൻറ്റിഫൈ ചെയ്ത്, മെഷർ ചെയ്ത്, അനലൈസ് ചെയ്ത്, ഇൻ്റർപ്രിറ്റ് ചെയ്ത് ഇൻഫർമേഷൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാം. അതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോംസ് ദ അക്കൗണ്ടിങ് ഡാറ്റാസ് ഇൻ ടു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഓക്കെ, അക്കൗണ്ടിങ് ഡാറ്റാസ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലൂടെയൊക്കെ കിട്ടിയിട്ടുള്ള അക്കൗണ്ടിങ് ഡാറ്റാസിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് മീനിങ് ഫുൾ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനും പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും ഫ്യൂച്ചറിന് പ്രിഡിക്റ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാക്കിയെടുക്കുക. അനലൈസ് ചെയ്തിട്ടും അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കുക. ഇതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ പുതിയതായിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ട് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എക്സിസ്റ്റിംഗ് ഡാറ്റാസിനെ കുറച്ചും കൂടി മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ ഇന്നത്തെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലുള്ള ഡാറ്റാസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ളത് ഉണ്ടായിരിക്കും. അതൊരു ഡാറ്റയാണ്. അത് വെച്ചിട്ട് നമുക്കൊരിക്കലും ഡിസിഷൻ എടുക്കാനോ പ്ലാൻ ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു ഇൻഫർമേഷൻ, മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഫിഗേഴ്സ് വെച്ചിട്ടും അതേപോലെ തന്നെ പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്, ഇപ്പോൾ സെയിൽസ് ആണെന്നുണ്ടെങ്കിലും പർച്ചേസ് ആണെന്നുണ്ടെങ്കിലും എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത്, സോ എത്രത്തോളം കഴിഞ്ഞ വർഷത്തിനേക്കാൾ പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ലോസ് എന്തുകൊണ്ട് സംഭവിച്ചു, ഇതൊക്കെ നമ്മൾ മീനിങ് ഫുള്ളായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ക്ലിയർ?
ദെൻ ഇനി നമുക്ക് ആ ഡെഫിനേഷനും കൂടി നോക്കാം. ദ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് CIMA ലണ്ടൻ പ്രകാരം അവർ ഡെഫിനിഷനാണ് നോക്കുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ in such a way has to assist management in the formation of policies and in the planning and control of the operations of the undertaking. എന്താ പറയുന്നത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ നോളജ് അല്ലെങ്കിൽ ഒരു സ്കിൽ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ്. അത് എങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം? മാനേജ്മെൻറ്റിന് അവരുടെ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഡേ ടു ഡേ ഓപ്പറേഷൻസ് അണ്ടർടേക്കിംഗ് ചെയ്യാനും വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻസ് പ്രിപ്പയർ ചെയ്യുക. അതിനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റിയതാണിത്. അപ്പോൾ നമുക്കതെന്താ നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊവൈഡ്സ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് മാനേജ്മെൻറ്റിന് അസിസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഇൻഫർമേഷൻസ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് നേച്ചർ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിസിഷൻ മേക്കിംഗ്. ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിലൂടെ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാൻ, അതായത് സൗണ്ട് ഡിസിഷൻ മേക്കിംഗ്, സൗണ്ട് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് നേച്ചറായിട്ട് പറഞ്ഞത് ഡിസിഷൻ മേക്കിംഗ്. ഇനി അടുത്തത് സ്റ്റഡീസ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ അതിൽ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണിക്കുന്നത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് സംഭവിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രോഫിറ്റ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോസ്, എന്താണ് ലോസിന് കാരണം എന്നുള്ളത്, അതിൻ്റെ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുക. അതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യുക, അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അപ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പ്ലാൻ ചെയ്യാനും ഫ്യൂച്ചറിനെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പോളിസീസ് ലേ ഡൗൺ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. ഓക്കെ, അതാണ് സ്റ്റഡീസ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് യൂസസ് സ്പെഷ്യൽ ടെക്നിക്സ് ആൻഡ് കോൺസെപ്റ്റ്സ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ സാധാരണ യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ കോൺസെപ്റ്റ്സ് ആൻഡ് ടെക്നിക്സ് ആണ്. അപ്പോൾ ഏതൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, റേഷ്യോ അനലൈസിസ്, അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എക്സെട്ര. ഇത്രയും ടൂൾസും കോൺസെപ്റ്റ്സൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മാനേജ്മെൻറ്റിന് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ്. അതായത് രണ്ട് രീതിയിലുള്ള ഇൻഫർമേഷൻസും ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നൽകുന്നുണ്ട്. ഫിഗേഴ്സ് മാത്രമല്ല, ഫിഗേഴ്സിലൂടെ മാത്രം ഡാറ്റാസ് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന് ഇൻഫർമേഷൻസ് ആക്കി തീർക്കല്ല. ഇൻഫർമേഷൻസ് ആക്കുമ്പോൾ അതിൽ ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻസ് അവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. ഇനി മൾട്ടി ഡിസിപ്ലിനറി അങ്ങനെ പറയുമ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഇൻഫർമേഷൻസിനെ ട്രാൻസ്ഫോം ചെയ്യുക, ഡാറ്റാസിൽ നിന്നും ഇൻഫർമേഷൻസിനെ ട്രാൻസ്ഫോം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡാറ്റാസ് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് പോലുള്ള മറ്റ് ഡിസിപ്ലിനറീസിൽ നിന്നാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെവറൽ ഡിസിപ്ലിനറീസ് എന്ന് നമുക്ക് പറയാം, സച്ച് ആസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷണൽ റിസർച്ച്, ഇക്കണോമിക്സ് എക്സെട്ര. ദെൻ നെക്സ്റ്റ് വന്നിട്ട് അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ. എന്താണ് അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫർമേഷൻസ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷനിൽ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഓപ്പറേഷൻസിനെ പ്ലാൻ ചെയ്യാനും ഫ്യൂച്ചറിനെ പ്രിഡിക്റ്റ് ചെയ്യാനും അതിലേക്ക് വേണ്ടിയിട്ടുള്ള പോളിസീസ് ലേ ഡൗൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ
മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ഓൾസോ നോൺ ആസ് അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് ആണെന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് വരുന്നത് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്തിനു വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? ഫോർ യൂസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ യൂസസിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സോ മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. ലാസ്റ്റ് വന്നിട്ട് ഇൻക്രീസസ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു. എങ്ങനെയാണ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നത്? അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് സസ്റ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി കമ്പനി സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. ഇങ്ങനെ ചെയ്താലാണ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക. പക്ഷെ അതിൽ നിന്നും കുറച്ചും കൂടി പ്രോഫിറ്റബിലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക. അതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട കാര്യങ്ങൾ. ക്ലിയർ? ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതായത് നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് ഡിസിപ്ലിനറീസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടായതാണെന്ന് പറഞ്ഞു. മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ടാക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബ്രാഞ്ചസിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ടെന്നാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടൊന്നുമില്ല, ജസ്റ്റ് മെയിൻ പോയിൻറ്റും അതിന് ഷോർട്ടാക്കിയിട്ട് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് മുതൽ കംപ്ലീറ്റ് നോട്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ recording of business transactions in the book of accounts and preparing financial statement, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. ദെൻ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഡാറ്റാസിനെ മാക്സിമം ഈ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മൾ ഇൻഫർമേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് വളരെ വലുതാണ്. അതായത് ഈ ഡാറ്റാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻഫർമേഷൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ എന്താ ചെയ്യുന്നത്? റെക്കോർഡിംഗ് ആൻഡ് അസൈർട്ടൈനിങ് ദി കോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റും അങ്ങനെ ഓർഗനൈസേഷനിൽ മൊത്തത്തിൽ വരുന്ന കോസ്റ്റ് റെക്കോർഡ് ചെയ്യുക, അസൈർട്ടൈൻ ചെയ്യുക, ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബാക്ക് ബോൺ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ ഒരുപാട് ടൂൾസ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻഫർമേഷൻസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, മാർജിനൽ കോസ്റ്റിംഗ് എക്സെട്ര. ഇതൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും എടുത്തിട്ടുള്ള ടൂൾസ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. സോ ഇൻ ഷോർട്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് കോസ്റ്റ് റിലേറ്റഡ് ഡാറ്റാസ് ടു ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. എന്താ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രിഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ. അതായത് ഫ്യൂച്ചറിൽ എന്താണ് നെക്സ്റ്റ് കമ്പനിയിൽ ഹാപ്പൻ ചെയ്യാനായിട്ട് പോകുന്നതെന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യുന്നതിനാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ബഡ്ജറ്റിങ്ങിലൂടെയാണ്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബഡ്ജറ്റിംഗ് മീൻസ് എക്സ്പ്രസിങ് അല്ലെങ്കിൽ ഫോർമുലേറ്റിംഗ് ദ പ്ലാൻസ്, പോളിസീസ് ആൻഡ് ഗോൾസ് ഓഫ് ദ എൻ്റർപ്രൈസ് ഫോർ ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരിയഡ്. ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ പീരീഡിലേക്ക് പ്ലാൻസും പോളിസീസും ഗോൾസൊക്കെ
സെറ്റ് ചെയ്യുക. അതിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1 ഇയറിലാണെന്നുണ്ടെങ്കിൽ 1 ഇയർ, അല്ലെങ്കിൽ ഹാഫ് ഇയറിലോട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാഫ് ഇയറിലോട്ട്, അല്ലെങ്കിൽ ക്വാർട്ടർലി ബേസിസിലോ മന്ത്ലി ബേസിസിലോ ഒരു ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം ഉണ്ടായിരിക്കും. അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻസും പോളിസീസും ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസിലൂടെയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ്, കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ്. എന്താണ് കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ചിലവ് കുറച്ച് മാക്സിമം പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇത് ഫലപ്രദമാക്കണം എന്നുണ്ടെങ്കിൽ ബൈ കമ്പയറിങ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് ബഡ്ജറ്ററി സ്റ്റാൻഡേർഡ്സും ആക്ച്വൽ, അതായത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, ആ സ്റ്റാൻഡേർഡും ആക്ച്വൽ ആ കമ്പനിയിൽ ഉണ്ടായിട്ടുള്ള കോസ്റ്റ് എത്രയാണ്, ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് അത് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിനെന്താണോ നമ്മൾ എന്താണ് അതിൽ അനലൈസ് ചെയ്തത് അത് മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഇൻവെൻട്രി കൺട്രോൾ, എക്സെട്ര. ഇങ്ങനെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് കൺട്രോളിങ് ടെക്നിക്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. അതായത് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പറഞ്ഞു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡാറ്റാസ്, ഈ ഫിനാൻഷ്യൽ ഡാറ്റാസിനെ നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കൂടി മനസ്സിലാക്കുന്ന രീതിയിൽ ഇൻഫോർമേറ്റീവായിട്ട് അല്ലെങ്കിൽ മീനിങ് ഫുള്ളായിട്ട് മാറ്റുക. അതാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് ആ ഒരു ഫേമിനെ പറ്റിയിട്ട്, ആ ഫേമിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതിന് നല്ല രീതിയിൽ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതിൻ്റെ ഫേമിൻ്റെ പെർഫോമൻസും അതേപോലെ തന്നെ ഫേമിൻ്റെ പ്രോസ്പെക്ട്സിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും അനലൈസ് ചെയ്യുന്നതിലൂടെയും ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതിലൂടെയും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് 2 വർഷത്തെ അല്ലെങ്കിൽ 2 കൂടുതൽ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്തിട്ട് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനലൈസിസ്, എക്സെട്ര. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക് മെത്തേഡ്. അതായത് ഇപ്പോൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് കൂടുതലും യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സാണ്. ലൈക്ക് ലീനിയർ പ്രോഗ്രാമിംഗ്, ഗെയിം തിയറി, എക്സെട്ര. ഇത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ടാക്സ് അക്കൗണ്ടിങ്ങിൽ എന്താ ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ടാക്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വഴി കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഇതല്ല യഥാർത്ഥത്തിൽ ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് ദ ഫേം ഫോൾസ് വിത്ത് ദ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണ് വരുന്നത്. അതായത് എത്രത്തോളമാണ് ഫേമിൻ്റെ ടാക്സബിലിറ്റി അല്ലെങ്കിൽ ഫേമിൻ്റെ ബേർഡൻ എത്രത്തോളമാണെന്ന് കണ്ടുപിടിക്കാനും അത് അതോറിറ്റീസിന്, ഇപ്പോൾ ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് ആർക്കാണോ പേ ചെയ്യുന്നത് അവരെ അതോറിറ്റീനെ അറിയിക്കാനും ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന സ്കോപ്പാണ് റിപ്പോർട്ടിംഗ്. അതായത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ഫേമിനെ പറ്റിയിട്ട്, ആ ഒരു എൻ്റർപ്രൈസിൻ്റെ ഫങ്ഷനിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. അതായത് മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യുക. അതൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓഫീസ് സർവീസ് കൺട്രോൾ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്. അതായത് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാസ് പ്രോസസ്സ് ചെയ്യുക, ഫയൽ ചെയ്യുക, കോപ്പി, ഡ്യൂപ്ലിക്കേഷൻ, ഡീലിംഗ് ഓഫ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മെയിൽസ് ഡീൽ ചെയ്യുക. ഇതൊക്കെയാണ്
ചെയ്യുന്നത്. ഇതാണ് ഓഫീസ് സർവീസിൽ വരുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ് ഈ സർവീസസ്, അവർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഇനി ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും അതേപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസിലും നടക്കുന്ന കാര്യങ്ങൾ, ഓർഗനൈസേഷൻ്റെ ഇൻസൈഡിൽ നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജ് ചെയ്യുക, അതിനെ ഓഡിറ്റ് ചെയ്യുക. അതാണ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മളൊരു കമ്പനി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനാണെന്നുണ്ടെങ്കിലും ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ പെർഫോമൻസിനാണെന്നുണ്ടെങ്കിലും ഓരോ സ്റ്റാൻഡേർഡ് പ്രീ ഡിറ്റർമൈൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അവരുടെ ആക്ച്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുക. അതാണ് ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിലൂടെ നടക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസിസ്റ്റ് ദ മാനേജ്മെൻറ്റ് ഇൻ ഫിക്സിങ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ റെസ്പോൺസിബിലിറ്റി സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി പ്രോബ്ലം പേപ്പറാണ്. പക്ഷേ പ്രോബ്ലം പേപ്പറാണെന്ന് വെച്ചിട്ട് തിയറീസിനെ നമ്മൾ നോക്കാണ്ടിരിക്കരുത്. തിയറീസ് ഒരേപോലെ ഇമ്പോർട്ടൻസ് ആണ്. 40% ആൻഡ് 60% ബേസ്ഡിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എക്സാമിന്. സോ തിയറി മാത്രമുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ്, മെയിൻലി ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സിൽ നിന്ന്. അപ്പോൾ ഈ പറയുന്ന പോയിൻറ്റ്സും ടോപ്പിക്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സി ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ലാണ്ട് വിടാണ്ട് ഇത് മാക്സിമം തിയറീസും കൂടി പഠിക്കാനായിട്ട് നോക്കുക. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ, ക്ലാസ്സസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഒബ്ജക്റ്റീവ്സിലോട്ട് പോവാം. ബേസിക്കലി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഇറ്റ്സ് ഫങ്ഷൻസ്. അവരുടെ ഫങ്ഷൻസ്, മാനേജ്മെൻറ്റിന് അവരുടെ ഫങ്ഷൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാന്നാണ് മാനേജ്മെൻറ്റിൻ്റെ ബേസിക്കലി അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സാധാരണ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്കറിയാം, നമ്മൾ +2 പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇതൊക്കെയാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്സ് ഓരോന്നായിട്ട്. ഫസ്റ്റ് വൺ, ടു കളക്ട്, മോഡിഫൈ ആൻഡ് സപ്ലൈ ഡാറ്റ ഫോർ അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രിറ്റ് ചെയ്യാനും ഡാറ്റാസിനെ കളക്ട് ചെയ്യുക, അതേപോലെ തന്നെ മോഡിഫൈ ചെയ്യുക. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നൊക്കെ ഡാറ്റാസിനെ കളക്ട് ചെയ്ത് മോഡിഫൈ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ഇനി നെക്സ്റ്റ്, ആവശ്യമുള്ള ഡാറ്റാസിനെ അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രിറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് എന്താണ്? ടു പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ഫോർ പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഡിസിഷൻ എടുക്കാനും വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള ഇൻഫർമേഷൻസ്, മീനിങ്ഫുൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഇവാലുവേറ്റ് പെർഫോമൻസ്. അതായത് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതേപോലെ ഇൻഡിവിജ്വൽസിൻ്റെ ഒക്കെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാം. ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്, അതായത് കൂടുതലായിട്ട് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം. ദെൻ കമ്മ്യൂണിക്കേറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ്. ഓരോ ദിവസത്തെ ഇൻഫർമേഷൻസ് എന്താണെന്നുള്ളത് അതോറിറ്റി ആയിട്ട്, ടോപ്പ് ലെവൽ അതോറിറ്റി അല്ലെങ്കിൽ മാനേജേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദെൻ ടു ഹെൽപ്പ് ഇൻ ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ്. മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനാണത്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. ദെൻ ടു ഹെൽപ്പ് ഇൻ പോളിസി ഫോർമുലേഷൻ. ഇപ്പോൾ കറൻറ്റ് പോളിസി ഫോർമുലേഷൻ ആണെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിലോട്ട് ഇനി വരാനിരിക്കുന്ന പോളിസീസ് ആണെന്നുണ്ടെങ്കിലും അത് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ടു പ്രിപ്പയർ റിപ്പോർട്ട്സ്. അനലൈസ് ചെയ്തതും ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ആയിട്ട് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അത് സബ്മിറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ടുള്ളത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ബേസിക്കലി ഫങ്ഷൻ എന്താണ്? മാനേജേഴ്സിന് അവരുടെ ഫങ്ഷൻസ്, അവരുടെ കാര്യങ്ങൾ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസ്ചാർജിങ് ഇറ്റ്സ് ഫങ്ഷൻസ് ഇഫിഷ്യൻ്റ്ലി അല്ലെങ്കിൽ ഇഫക്റ്റീവ്ലി. ഓക്കെ, ഇതാണ് മെയിൻ വരുന്ന പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം, അതിൽ എന്തൊക്കെയാണ് അതിൽ വരുന്ന ഫങ്ഷൻസ്. ഫസ്റ്റ് വന്നിട്ട് പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മാനേജ്മെൻറ്റിന്
ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലോട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ടു ഹെൽപ്പ് മാനേജ്മെൻറ്റ് ഇൻ പ്ലാനിങ് ആൻഡ് ഓൾസോ ഇൻ മേക്കിംഗ് ഫോർകാസ്റ്റിംഗ് ഫോർ ഫ്യൂച്ചർ. ഓക്കെ, ഇനി നെക്സ്റ്റ് മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റ. നമ്മൾ പറഞ്ഞു ഡാറ്റേനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ഇൻഫർമേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കോസ്റ്റ് ഡാറ്റാസിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് മീനിങ് ഫുള്ളായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മോഡിഫൈസ് ദ അക്കൗണ്ടിങ് ഡാറ്റ ബൈ അറേഞ്ചിങ് ദം ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് ബിക്കം യൂസ്ഫുൾ ഫോർ മാനേജ്മെൻറ്റിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ആ ഡാറ്റാസിനെ റീഅറേഞ്ച് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസിൻ്റെ ആക്യുറസി ആദ്യം വെരിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് അതിനെ അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ടും അതിലെ മൊത്തത്തിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയാസ് നമുക്ക് കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യാം, പ്രസൻറ്റ് ചെയ്യുക മാനേജ്മെൻറ്റിന്, അവരുടെ സജഷൻസും അവരുടെ കമൻസും അറിയാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വന്നതാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്തതിന് ശേഷം ഡാറ്റാസ് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്തല്ലോ, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യണം, റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ദെൻ അതെന്ത് ചെയ്യണം, മാനേജ്മെൻറ്റിനും എംപ്ലോയീസിനും ആ റിപ്പോർട്ട് കൊടുത്തിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ഔട്ട്സൈഡേഴ്സിനും കൂടിയിട്ട് അത് പ്രസൻറ്റ് ചെയ്യുക. അതായത് ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സ്, ബാങ്കേഴ്സ്, ഗവൺമെൻറ് ഏജൻസീസ് ഒക്കെ ആയിട്ട്, ഇൻവെസ്റ്റേഴ്സൊക്കെ ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്താലാണ് നമ്മൾ ഈ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ളവർക്കും ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഔട്ട്സൈഡിലുള്ളവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഈ ഒരു ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടത്തുള്ളൂ. ഇനി നെക്സ്റ്റ് ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ. ഓർഗനൈസേഷനിലുള്ള ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ, അതായത് ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ബഡ്ജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഈ ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വരുന്നത് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, to provide necessary information to management for decision making. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഓരോ ഏരിയാസിലും ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിനായിട്ട് വരുന്ന ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കാം. എക്സാമിന് ഷോർട്ട് ആൻസേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഏതിൻ്റെങ്കിലും ഡിഫറൻസ് ചോദിക്കാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് മുമ്പത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ. നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റത്തെ കോളത്തിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും നെക്സ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്താ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസൈർട്ടൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ അസൈർട്ടൈൻ ചെയ്യുക. അത് ഗവൺമെൻറ്റിനും ഓണേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനൊക്കെ പ്രസൻറ്റ് ചെയ്യുക. ഇതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തന്നിട്ടുള്ള ഡാറ്റാസിനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ പോയിൻറ്റ് റെക്കോർഡ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ റിലേറ്റഡ് ടു പാസ്റ്റ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് ആണ് റെക്കോർഡ് ചെയ്യുക. അതായത് മുന്നേ നടന്ന് കഴിഞ്ഞ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത്, പാസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എന്താണ്, അത് ഫ്യൂച്ചർ കൺസേൺ വിത്ത് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷൻസ്. അതാണ് അതിൻ്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ പ്ലാൻസ്, അതിൻ്റെ ഫ്യൂച്ചർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തത് കമ്പൽസറി ആണ്. ഫിനാൻഷ്യൽ
അക്കൗണ്ടിങ് വളരെ കമ്പൽസറി ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് കമ്പൽസറി അല്ല, ഇറ്റ് ഈസ് എൻ ഓപ്ഷണൽ. പക്ഷേ ഇത് ഉണ്ടാക്കുന്നതിലൂടെ മാനേജ്മെൻറ്റിന് ബെറ്ററായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഫോർത്ത് പോയിൻറ്റ്, ലേസ് മോർ എംഫസൈസ് ഓൺ ആക്യുറസി. ആക്യുറസിക്കാണ് FA അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഊന്നൽ കൊടുക്കുന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വേഗത്തിലുള്ള റിപ്പോർട്ടിംഗ് അതിനാണ് കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത്. ദെൻ ബേസിക്കലി ഓൺ ജനറൽ ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ്. അതായത് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കൺവെൻഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെ റിജിഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല. പക്ഷേ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻറ്റേർണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുമാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ആറാമത്തെ പോയിൻറ്റ്, പ്രിപ്പയർഡ് ഫോർ പെർട്ടിക്കുലർ പീരീഡ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കാണ്. 1 ഏപ്രിൽ ടു 31 മാർച്ച് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ പീരീഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പീരീഡ് ഒന്നുമില്ല ഫോർ വിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഒരു സ്പെസിഫിക് പീരീഡ് ഒന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ മന്ത്ലി പ്രിപ്പയർ ചെയ്യാം, ക്വാർട്ടർലി പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ഏത് പീരീഡ് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം, അതിനൊരു സ്പെസിഫിക്കേഷൻ ഇല്ല. ദെൻ 7th പോയിൻറ്റ്, ലിമിറ്റഡ് സ്കോപ്പേ ഇതിനുള്ളൂ. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ വൈഡ് സ്കോപ്പാണുള്ളത്. ദെൻ 8th പോയിൻറ്റ്, എക്സ്റ്റേണൽ പാർട്ടീസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഇൻഫർമേഷൻസ്, അതായത് ഡാറ്റാസ് ഉള്ളത് എക്സ്റ്റേണൽ പുറമേയുള്ള പാർട്ടീസിന്, ഇൻവെസ്റ്റേഴ്സിനും അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ പാർട്ടീസ്, അതായത് മാനേജ്മെൻറ്റിന്, ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതുകൊണ്ട് യൂസേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പാർട്ടീസാണ്, മാനേജ്മെൻ്റ് ആണ്. ദെൻ 9th പോയിൻറ്റ് പറഞ്ഞത്, ഓഡിറ്റിംഗ് ഇസ് മോർ ഓർ ലെസ് കമ്പൽസറി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഓർ ലെസ് കമ്പൽസറി ആണ്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് നോട്ട് കമ്പൽസറി. ദെൻ ലാസ്റ്റ് വന്നിട്ട് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിൽ നോക്കിയിട്ട് വിച്ച് എവർ ഇസ് ലെസ്, അതാണ് കോസ്റ്റ് വാല്യൂഷൻ നടക്കുന്നത്. അതിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല കോസ്റ്റ് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് 10 പോയിൻറ്റ്സ് ആണ് ഇതിൻ്റെ ഡിഫറൻഷിയേഷനായിട്ട് വരുന്ന. പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ കവർ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? മീനിങ് ആൻഡ് ഡെഫിനിഷൻ പഠിച്ചു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന്. ദെൻ നീഡ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് പഠിച്ചു. ദെൻ സ്കോപ്പ് പഠിച്ചു, ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ദെൻ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ചും കൂടി ടോപ്പിക്സ് ഉണ്ട് കവർ ചെയ്യാൻ, അതും കൂടി കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്